യെസ്, ഡൽഹിയിലേക്ക് പോകാം. SIR-മായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനി നോക്കേണ്ടതുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള വിവരശേഖരണം ഇന്ന് ആരംഭിക്കുകയാണ്. BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. ഡിസംബർ 9-നാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. വിവരങ്ങൾ നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് നൽകുക. നന്ദഗോപൻ, ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നു. BLOമാർ വീടുകളിലേക്ക് എത്തുന്നു. ശരിക്കും ഇത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ നിർണായകമാണ്. കാരണം അടുത്ത വർഷം ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ ഇനിയും 4-5 മാസങ്ങൾ കഴിഞ്ഞാൽ കേരളം അടങ്ങുന്ന ഏതാണ്ട് 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിനാൽ പുതിയ വോട്ടർ പട്ടിക, അതായത് ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടിക മുന്നോട്ട് വെച്ചുകൊണ്ടാകും നമ്മൾ ഏപ്രിൽ മാസത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതിനാൽ എത്രത്തോളം നിർണായകമാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ എക്സസൈസ്? നന്ദഗോപൻ. യെസ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള വിവരശേഖരണം ഇന്ന് ആരംഭിക്കുന്നു. BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. ഡിസംബർ മാസം 9-ന് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഏതാണ്ട് വിവിധ സംസ്ഥാനങ്ങൾ, അതായത് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏപ്രിൽ മാസത്തിൽ കേരളത്തിനൊപ്പം തമിഴ്നാട്, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള അസോം, പശ്ചിമ ബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി, ഇത്രയും സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 5 സ്ഥലങ്ങളിലും പുതിയ ഒരു വോട്ടർ പട്ടിക മുന്നോട്ട് വെച്ചുകൊണ്ടാകും നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, SIR-ൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് തന്നെ ഇതൊരു ശുദ്ധീകരണമാണ്. കാരണം നമ്മുടെ വോട്ടർ പട്ടികയിലേക്ക് ധാരാളം നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ, വോട്ടവകാശം ഇല്ലാത്ത ആളുകൾ, നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളുകൾ, മരിച്ചുപോയ ആളുകളുടെ പേരുകൾ അതിൽ കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ SIR നടപ്പാക്കുന്നത്. നന്ദഗോപൻ നൽകുന്നു. നന്ദൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പുതിയ വോട്ടർ പട്ടിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഈ ശുദ്ധീകരണം നടക്കുന്നത്. പറയൂ. ഗൗതം, കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഈ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഒപ്പം തന്നെ ഗോവ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഒപ്പം തന്നെ ലക്ഷദ്വീപ് എന്നീ പ്രദേശങ്ങൾ, അതായത് 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക. അതായത് ഇന്നു മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന നടപടികളായിരിക്കും. ഡിസംബർ 4 വരെയാണ് ഈ നടപടികൾ നടക്കുക. BLOമാർ ഈ ഫോമുമായി, എന്യൂമറേഷൻ ഫോമുമായി വീടുകളിലെത്തി അത് പൂരിപ്പിച്ച് വാങ്ങുന്ന പ്രക്രിയയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് 3 തവണയെങ്കിലും വീടുകളിൽ BLOമാർ എത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ആളില്ല എന്നുണ്ടെങ്കിൽ 2 തവണ കൂടി ആ വീടുകളിൽ ചെന്ന് ഇത് പരിശോധിക്കണം എന്നാണ്. BLOമാരുടെ വോട്ടർമാരുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച ശേഷം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ശേഷമായിരിക്കും BLOമാർ വീടുകളിലേക്ക് എത്തുക. അതേസമയം തമിഴ്നാട് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കേരളം അടുത്ത സർവകക്ഷി യോഗത്തിലേക്കും മറ്റും കടന്ന് കേരളത്തിൻ്റെ നടപടികൾ എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ശക്തമായ എതിർപ്പാണ് ഈ SIR നടപ്പാക്കുന്നതിനെതിരെ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ SIR-മായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് വോട്ടർ പട്ടികയുടെ സമഗ്രമായ ഒരു ശുചീകരണമാണ്. സുപ്രീം കോടതിയിൽ പോലും ഈ ബീഹാർ SIR-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഈ ബീഹാറിൽ ഇതുമായി ബന്ധപ്പെട്ട് SIR നടപടികൾ നടത്തിയതിന് ശേഷം ഒരു അപ്പീൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു സംശുദ്ധ ശുദ്ധീകരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, അതേപോലെ തന്നെ തമിഴ്നാട്, ഒപ്പം തന്നെ പുതുച്ചേരി, അസം അടക്കമുള്ള, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ SIR നടപ്പാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ ബീഹാർ SIR-മായി ബന്ധപ്പെട്ട കേസ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. സ്വാഭാവികമായും ഈ തമിഴ്നാട് നൽകിയ ഹർജി ഉൾപ്പെടെ ഈ SIR-മായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെ ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ കേരളം കോടതിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഗൗതം. യെസ്, ബീഹാറിന് ശേഷം ഏതാണ്ട് 12ഓളം സ്ഥലങ്ങളിൽ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും. അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി എന്നീ പ്രദേശങ്ങളിൽ ഈ പുതിയ വോട്ടർ പട്ടികയോടുകൂടിയാകും തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ നീങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.